തോന്നാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്താ ഓടിച്ചെന്ന് കാണിക്കുന്നത്. എനിക്കിപ്പോ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇത് കണ്ടോ അത് കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ചിലപ്പോൾ കാണിച്ചു തന്നെ. ചിലപ്പോൾ നിങ്ങൾ അത് പടവും നോക്കിയിരിക്കും, സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഈ എന്റെ സ്ഥലമാണല്ലോ ഇത് നോക്കിയിരിക്കുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് കണ്ടന്റ് ആണ്, സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിർത്തി എന്റെ വണ്ടിയിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കൈ കൊണ്ടും കാര്യം കൊണ്ടും നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ സ്വയമേ നമ്മുടെ പേടി മാറി വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ അത് കണ്ടോ ഇത് കണ്ടോ അങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയും കാലം നിങ്ങളുടെ കൈ കൊണ്ടും കാര്യം കൊണ്ട് നിങ്ങളുടെ വണ്ടി ചെയ്യേണ്ടതായതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് വരണമെന്നില്ല. അപ്പൊ പറഞ്ഞു നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗിയറുകളിൽ വാഹനം ഓടിക്കണം. അപ്പോൾ ഓരോ ഗിയറുകളിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് ചവിട്ടിയാലേ നമുക്ക് ഗിയർ വീഴത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഗിയറിൽ എപ്പോഴൊക്കെ ഓരോ ഗിയർ ഇടുന്ന സമയത്തും എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടേണ്ടത്, അതുപോലെ തന്നെ ഓരോ ഗിയറിലും നമ്മൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. തീർച്ചയായിട്ടും ഈ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അറിയാവുന്ന ആരും, അതായത് വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ് ആയ ആരും, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആരും, പ്രയാസമില്ലാത്ത ആരും ഈ ഒരു വീഡിയോ കാണണമെന്നില്ല. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവരാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായി നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങുന്നത് നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. ഞാൻ യൂട്യൂബ് കാണുന്നവർ ഫേസ്ബുക്കും ഇൻസ്റ്റയും കാണണ്ടെന്നല്ല പറയുന്നത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, പലരും ഇൻസ്റ്റാ വഴി വന്ന് മെസ്സേജ് ഇടാറുണ്ട്. എനിക്കത് കാണാൻ നിങ്ങൾ മെസ്സേജ് ഇടും, പക്ഷെ എനിക്കത് തിരിച്ച് റീപ്ലൈ തരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളത് ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാതെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിൽ ഇട്ടാൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഞാനത് റീപ്ലൈ തരുന്നതായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാ വഴി നിങ്ങൾ മെസ്സേജ് ഇടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കുകയും ചെയ്യും. പക്ഷെ തനിയെ ഒരു വണ്ടി എടുക്കുവാൻ വേണ്ടി പേടി. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്. 10 വർഷമായി 15 വർഷമായിട്ട് ലൈസൻസ് കയ്യിലുണ്ട്, സ്വന്തം വണ്ടി വീട്ടിലും കിടപ്പുണ്ട്. തനിയെ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് എടുക്കാൻ പോലും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ആ ട്രിക്കും ടിപ്സും എന്താ വീഡിയോ പറയുന്നത് വെച്ചാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ട്. അപ്പൊ അവരോട് ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, നിങ്ങളുടെ കൂടെ അതൊരു മിസ്റ്റേക്കും ഇല്ല, ഓടിച്ചോളം പലരും പറയുന്നത്. നിങ്ങളുടെ കൂടെ വന്ന ആൾ എന്താണ് നിങ്ങളോട് പറഞ്ഞ് എന്ത് മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്. അത് അങ്ങനെ മിസ്റ്റേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ടൊന്നും അവർ പറഞ്ഞൊന്നുമില്ല എന്നൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തൊരു മിസ്റ്റേക്ക് ഉണ്ടാകും. ആ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പേടി. അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും പറയാത്തത്. കാരണം ആ ട്രിക്കും ടിപ്സും പലർക്കും പല പല മിസ്റ്റേക്കുകളായതുകൊണ്ട് ആ ട്രിക്കും ടിപ്സും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ഞാൻ ആ പറഞ്ഞ ചെയ്തുപോലെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ആ ട്രിക്കും ടിപ്സും വെച്ച് ഞാനത് ചെയ്തപ്പം എനിക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്ക് അതല്ല. അതുകൊണ്ടായിരിക്കും ഞാൻ ആ ട്രിക്കും ടിപ്സും പിന്നീട് പറയാത്തത്. എനിക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറി കഴിയുമ്പോൾ ഞാൻ അവരുടെ മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരോടെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ അവരെ കയറ്റി ഇരുത്തി കഴിയുമ്പോൾ തന്നെ ഇന്നതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, ഇന്ന മിസ്റ്റേക്ക് മാറിയാൽ നിങ്ങൾ വണ്ടി ഓടിച്ചിരിക്കും എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് ഞാൻ അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക. അപ്പൊ ആ മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി ഓടിക്കാൻ പേടിയെല്ലാം മാറി വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്നാഗ്രഹം എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ ജില്ല ഏതാണ്ട് കരുതണം. കാരണം ഇപ്പോഴും പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്റെ ജില്ലയിൽ. നിങ്ങൾ കേരളത്തിന് അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതായത് ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഗിയറുകൾ മാറേണ്ടതായിട്ടുണ്ട്. ഇത് പലരും അറിയാത്ത ഒരു മെസ്സേജ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട് നിങ്ങൾക്ക് കമന്റായിട്ട് ചോദിക്കാം. ഞാൻ ഇതുപോലെ സമയം കിട്ടുന്നതനുസരിച്ച് വീഡിയോ പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ഗിയർ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടുന്നത് അതുപോലെ തന്നെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ ക്ലച്ച് നമ്മൾ ചവിട്ടി ഫസ്റ്റ് ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് എടുക്കേണ്ടത് നിങ്ങൾ മെല്ലെ ആയിരിക്കണം. കാരണം നമ്മൾ ഒരു വണ്ടി എടുക്കുകയാണ്, അപ്പൊ അത്രയും വെയിറ്റ് ആണ് ആ വണ്ടിയെ നമ്മൾ മൂവ് ആകണം. ആ മൂവ് ആകുന്ന സമയത്ത് അത്രയും നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ വണ്ടി
മുൻപോട്ട് നമുക്ക് നീങ്ങിത്തരത്തുള്ളൂ. കാരണം നമ്മൾ പല പ്രതലങ്ങളിൽ നിന്നാണ് ഒരു വണ്ടി എടുക്കേണ്ടത്. ചിലപ്പോൾ നിരപ്പായിരിക്കാം, ചില സമയങ്ങളിലും ഉണ്ടായിരിക്കുള്ളൂ ഇറക്കം. അപ്പൊ നമ്മൾ ബ്രേക്കിൽ നിന്ന് മാറുമ്പോൾ തന്നെ വണ്ടി ഉരുണ്ട് കിട്ടും. അതേസമയത്ത് ചിലപ്പോൾ കയറ്റമായിരിക്കാം. അപ്പൊ ഈ നിരപ്പത്തുനിന്ന് എടുക്കുന്ന വെയിറ്റ് കൊടുത്താൽ പോരാ കയറ്റത്തുനിന്ന് എടുക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കുന്ന സമയത്ത് അത്രയും വെയിറ്റിൽ ആ വണ്ടി ഒന്ന് അനക്കി തന്നാൽ മാത്രമേ എന്തുള്ളൂ, വാഹനം അടുത്ത സ്പീഡ് കൂടി അടുത്ത ഗിയറിലേക്ക് വണ്ടി പോയി ആ വണ്ടി തന്നെ ഓടാൻ തുടങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ക്ലച്ച് എന്ന് കാലെടുക്കുമ്പോൾ നിങ്ങൾ മെല്ലെ എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി ഓഫ് ആകാതെ എടുക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ താഴെ ഞാൻ ഒരു കണക്ക് പറഞ്ഞുതരാം. താഴെ ക്ലച്ചിന്റെ താഴെ 0, മുകളിൽ 100. അപ്പൊ നമ്മളെല്ലാം പറയാറുണ്ട് ഹാഫ് ക്ലച്ച് എന്നൊക്കെ. നമുക്ക് ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അവിടെ ഒരു വണ്ടിക്ക്. നമുക്ക് പല ബൈറ്റിംഗ് പോയിന്റ് എന്ന് വേണം പറയാൻ. അതായത് ഒരു എന്തിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റിനാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഇത് പറയാനുള്ള കാരണം പലരും പഠിച്ചു വെച്ചിരിക്കുന്ന ഹാഫ് എന്നാണ്. അപ്പൊ ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിന്റെ പകുതിക്കാണ് പറയുക. ഒരു പുതിയ വണ്ടി അനുസരിച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു 20-25 ഒക്കെ ആകുമ്പോഴേ വണ്ടി മൂവ് ആയി തുടങ്ങും. കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതിനകത്തുണ്ട് നിങ്ങളുടെ വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആയി പോകാനുള്ള കാരണം. നിങ്ങൾ പഠിച്ച ആ ഒരു വണ്ടിയുടെ ഇത്രയും എടുക്കേണ്ടി വരത്തില്ല നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ഒരു വണ്ടിയെന്ന് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. അതിന് മുമ്പ് തന്നെ വണ്ടി ഉരുളാൻ തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വണ്ടി മൂവ് ആയോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വരാൻ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ആ പഠിച്ച രീതിയിൽ തന്നെ മുകളിലോട്ട് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ വണ്ടി ജെർക്കായി നിന്ന് ഇങ്ങനെ ശ്വാസം മുട്ടുവാണ് ബ്രേക്ക് കാലിരിക്കുമ്പോൾ. അപ്പൊ പിന്നെ മുകളിലോട്ട് എടുക്കുന്തോറും എന്ത് ചെയ്യും, ഇത് ഓഫ് ആയി പോകും. നിങ്ങൾ ഓഫ് ആയാൽ പോലും ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്ക് അതാണ് പ്രശ്നം. കാരണം ഈ ഓഫ് ആയാൽ പോലും അറിയില്ല, അവർ ഹാഫ് നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഹാഫ് അല്ല, ഒരു ബൈറ്റിംഗ് പോയിന്റ്. അതാണ് എന്തിനെ സ്റ്റാർട്ടിങ്ങിന്റെ പോയിന്റ് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഒരു ബൈറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ക്ലച്ചിൽ നിന്ന് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ബൈറ്റിംഗ് പോയിന്റ് വരും, ഒരു വിറയൽ കാര്യങ്ങളൊക്കെ വരും. ആ സമയത്ത് വണ്ടി ബാക്കിലേക്ക് ഒരു കയറ്റത്തോട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിലേക്ക് പോകത്തില്ല. അപ്പൊ അവിടെ ക്ലച്ച് നിന്നർത്ഥം. അപ്പൊ അവിടുന്ന് നമ്മൾ മെല്ലെ മെല്ലെ എടുക്കുക. അപ്പൊ അവിടെ മുതലാണ് ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് താഴോട്ടെല്ലാം പ്ലേ ആണ്. നമ്മൾ പ്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ന്യൂട്രലായി കിടക്കുന്ന ഒരു വണ്ടിയുടെ ഗിയറിനകത്ത് ഒരു വണ്ടിയുടെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും പ്ലേ. അപ്പം ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇഞ്ചിനുമായിട്ടുള്ള ബന്ധപ്പെടണമെങ്കിൽ നമ്മൾ ആ ബൈറ്റിംഗ് പോയിന്റ് വരുമ്പോഴാണ്. ആ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് മുകളിലേക്ക് വേണം നിങ്ങൾ പതിയെ എടുക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യും, ഈ താഴെ നിന്ന് പൊന്നെ പൊടിയെന്നും പറഞ്ഞിട്ട് പതിയെ എടുക്കും. ആ ബൈറ്റിംഗ് പോയിന്റ് ആകുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ചാടി അങ്ങ് എടുക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള കാരണം. അപ്പൊ നമ്മൾ വീട്ടിൽ കിടക്കുന്ന സമയത്തും ആ പ്ലേ നമുക്ക് ഇച്ചിരി പെട്ടെന്ന് ചവിട്ടി സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബൈറ്റിംഗ് പോയിന്റ് കിട്ടുമ്പോൾ നമ്മൾ പതിയെ തന്നെ നമ്മുടെ കാൽ കൺട്രോൾ ആയിക്കോളും. ഈ എടുക്കാൻ ഒരു കൺട്രോൾ വരാത്തതുകൊണ്ടാണ് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള കാരണം. അപ്പൊ പറഞ്ഞതിന്റെ സാറ് ഞാൻ അത് നീട്ടി പറയാനുള്ള കാരണവും ക്ലച്ചിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയർ എടുക്കുന്ന സമയത്ത് പതിയെ വേണം എടുക്കാൻ എന്ന് പറഞ്ഞ പോലെ. നമ്മൾ ഏത് ഗിയർ ഉണ്ടെങ്കിലും നമുക്ക് ക്ലച്ചിന്റെ ആവശ്യമുണ്ട്. നമ്മൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക. ഇപ്പൊ സെക്കൻഡ് ഗിയർ ഉണ്ടെങ്കിലും പെട്ടെന്ന് ചവിട്ടണം, തേർഡ് ഗിയർ ഉണ്ടെങ്കിലും പെട്ടെന്ന് ചവിട്ടണം, ഫോർത്ത് ഗിയർ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇത്ര ഗിയർ ഉണ്ടോ അത്രയും ഗിയറുകൾ നമ്മൾ ഏത് ഗിയർ യൂസ് ചെയ്യണമെങ്കിലും പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക. പിന്നെ എടുക്കുന്നതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗിയർ നമുക്ക് ഈ ഒന്നാമത്തെ ഗിയറിൽ എടുത്ത് അത്രയും ആ ഒരു സ്ലോയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം സെക്കൻഡ് ഗിയർ വീണ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം വണ്ടി മൂവിങ്ങിനാണ്, പിന്നെ പല പ്രതലങ്ങളാണ്. അപ്പൊ നമ്മൾ അതേ രീതി തന്നെ പതിയെ നമ്മൾ പിന്നെ സെക്കൻഡ് ഇട്ടിട്ട് പിന്നെ ക്ലച്ച് എന്ന് കാലെടുക്കുന്ന എന്ത് സംഭവിക്കും, മുകളിലോട്ട് ചെറിയൊരു സ്ലോപ്പ് കയറ്റമാണെന്നുണ്ടെങ്കിൽ വണ്ടി അത്ര ഓടി കയറാനുള്ള ശേഷി കാണത്തില്ല, സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്പീഡ് കുറയുന്നതോറും എന്ത് ചെയ്യും, സെക്കൻഡ് ഗിയറാണ് അത്രയും വലിഞ്ഞ് കയറാനുള്ള സ്പീഡിൽ അത് വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് നമ്മൾ ക്ലച്ച് എന്ന് കാലെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ ഓരോ പേപ്പറിന്റെ കനത്തിൽ വേണം എടുക്കാൻ. അപ്പൊ അന്ന് പറഞ്ഞതുപോലെ സെക്കൻഡ് ഗിയർ വരുമ്പോൾ നമ്മൾ ഒരു പേപ്പർ ആകാനും പാടില്ല, 3 പേപ്പർ ആകാനും പാടില്ല, 2 പേപ്പറിന്റെ കനം. ആ ഒരു രീതിയിൽ എടുത്താൽ ഏതായാലും ആ ഫ്ലോയിൽ വണ്ടി കയറ്റാൻ പറ്റത്തുള്ളൂ, വണ്ടി ഓഫ് ആകാതെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒന്നാമത്തെ ഗിയറിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും അത്രയും കൂടെ സ്പീഡ് കൂടി നമുക്ക് സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കാം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ തേർഡ് ഗിയറിൽ നിന്ന് നമ്മൾ ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ നമുക്ക് വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് ചെയ്യണം. കാരണം നമ്മൾ സെക്കൻഡ് ഇട്ട് നമ്മൾ തേർഡ് ഇട്ട് കഴിയുമ്പോൾ തേർഡ് ഗിയർ ഒക്കെ നമ്മൾ ഇവിടെ സ്പീഡ് കൂടി വരുമ്പോൾ വണ്ടികൾ ഫ്രണ്ടിൽ വാഹനങ്ങളില്ല. അപ്പൊ നമ്മൾ ആ വണ്ടിയുടെ സ്പീഡിനനുസരിച്ച് ഗിയർ മാറി കൊടുക്കുകയാണ്. അപ്പൊ ആ റോഡിന്റെ പ്രതലം നോക്കി ആ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കാലുകൾ എടുക്കാം. അല്ലാതെ അവിടെ ഒരു പോയിന്റ് പിന്നെ നമുക്ക് പതിയെ എടുക്കണോ സ്പീഡിൽ എടുക്കണോ എന്നുള്ളതല്ല. പിന്നെ തൊട്ട് നമുക്ക് തേർഡ് ഗിയർ മുതൽ വണ്ടിയുടെ സ്പീഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ കഴിയുന്നതാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഒരു ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് നല്ലപോലെ ചവിട്ടാൻ നിങ്ങൾ പഠിക്കുക. കാരണം ക്ലച്ചിൽ ചവിട്ടുന്നതിന് പലരും എന്ത് ചെയ്യും, ഗിയറിലേക്ക് പിടിക്കുക. അതുകൊണ്ടാണ് ക്ലച്ച് ഇല്ലാത്തടത്തോളം കാലം, പ്രത്യേകിച്ച് റണ്ണിങ്ങിലുള്ള ഒരു വണ്ടി ക്ലച്ച് ഇല്ലാത്തടത്തോളം കാലം ഗിയർ വീഴത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്ലച്ച് ചവിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, പിന്നെ നമുക്ക് ഇടാം.
ഞാൻ ഇട്ടിട്ടുമുണ്ട്. അതായത് നമുക്ക് ഓരോ വണ്ടിയുടെ റണ്ണിങ്ങിനനുസരിച്ച് നമുക്ക് ഗിയർ പിടിച്ച് കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ക്ലച്ച് അവിടെ ഇല്ലാതെ നമുക്ക് ഗിയർ ഇടാം. പക്ഷെ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും അതിന്റെ റണ്ണിങ് എത്രയായെന്നോ എങ്ങനെയാണ് ഏത് പോയിന്റ് ആയെന്നോ എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് നിങ്ങൾ ഗിയർ ഇട്ടാൽ വീഴത്തില്ല. അപ്പം നമ്മൾ റണ്ണിങ് കിടക്കുന്ന ഒരു വണ്ടി ക്ലച്ച് നല്ലപോലെ ചവിട്ടിയാലേ എന്ത് ചെയ്യത്തുള്ളൂ, വീഴുള്ളൂ. അപ്പൊ നല്ലപോലെ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം മാത്രം ഗിയറിൽ തൊടുക, അപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തടത്തും വരുന്ന സമയങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ ക്ലച്ച് ചവിട്ടി ഡൗണും ആക്കാൻ പഠിക്കുക. നിങ്ങൾ വരുന്ന ഗിയറിൽ തന്നെ വരും. നിങ്ങൾ ആ ഫ്രണ്ടിലത്തെ ഇത് കണ്ടോണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, വണ്ടി ചിലപ്പോൾ സ്ലോ ഒക്കെ ആക്കും. പക്ഷെ ഈ സ്ലോ ആക്കിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യും, അതേ രീതി തന്നെ പിന്നെ പതുക്കെ പതുക്കെ ക്ലച്ച് കാലെടുത്തിട്ട് ഇങ്ങനെ ഓടിക്കാൻ നോക്കും. അപ്പം ഈ വണ്ടി സ്പീഡ് കുറഞ്ഞതിനനുസരിച്ച് നമ്മൾ ഗിയറും ഡൗൺ ചെയ്താലും ആ വണ്ടിക്ക് ആ ഒരു പിടുത്തം കെട്ടി വണ്ടി ഓഫ് ആകാതെ മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അപ്പം മുൻപോട്ട് നമ്മൾ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് ഗിയർ നമ്മൾ അപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ക്ലച്ച് ചവിട്ടി നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പേടികൾ, അതായത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടുന്ന സമയത്തും എല്ലാം പേടിയുണ്ടല്ലോ, വണ്ടി ഇടിക്കും, അവിടെ പോയി തെറ്റി മാറും, അങ്ങനെയുള്ള ആ പേടികളെല്ലാം മാറും. അതപ്പോ പ്രാക്ടീസ് ചെയ്യേണ്ട എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീതി കൂടിയ റോഡുകളിൽ പോയി അപ്പൊ നമുക്ക് അവിടെ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിയെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നം വരത്തില്ല. അല്ലാതെ നിങ്ങൾ വളവുകളിലോ വണ്ടികൾ കൂടുതലുള്ളപ്പോഴൊന്നും എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഗിയർ ഇട്ട് ഇങ്ങനെ ക്ലച്ച് ഗിയർ ഇട്ട് അതുപോലെ തന്നെ സ്പീഡ് മനസ്സിലാക്കി ഗിയർ ഇടാനും അതുപോലെ തന്നെ ഡൗൺ ആക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇപ്പം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നോ, തിരക്കുകൾ കുറയുമ്പോൾ എന്ത് ചെയ്യണമെന്നോ, തിരക്കുകൾ ഓട് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്നോ ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് റോഡിലെ ആ ഒരു സിറ്റുവേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കാലുകൾ എങ്ങനെ ഇരിക്കുന്നെന്നും അതുപോലെ തന്നെ സ്ലോ ആണോ സ്പീഡാണോ എന്ന് മനസ്സിലാകാൻ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ച് ഓഫായി പോകാനും പേടി കൂടാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേടി കൂടാതെ തന്നെ എന്ത് ചെയ്യാം, ഓരോ ഗിയർ നമ്മൾ ഏത് ഗിയറിൽ എങ്ങനെ ക്ലച്ചെന്ന് കാലെടുക്കണമെന്നും എങ്ങനെയാണ് അപ്പൊ അവിടെ സ്പീഡ് കുറയ്ക്കണമെന്നും കൂട്ടണമെന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യാം, ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഇന്ന ഒരു വീഡിയോ ചെയ്യാം. അല്ല പിന്നെ ഞാൻ പലർക്കും തോന്നാം ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്താ ഓടിച്ചെന്ന് കാണിക്കുന്നത്, എനിക്കിപ്പോ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇത് കണ്ടോ അത് കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്നൊക്കെ ചിലപ്പോൾ കാണിച്ചു തന്നെ. ചിലപ്പോൾ നിങ്ങൾ അത് പടവും നോക്കിയിരിക്കും, സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഈ എന്റെ സ്ഥലമാണല്ലോ ഇത് നോക്കിയിരിക്കുള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് കണ്ടന്റ് ആണ്, സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിർത്തി എന്റെ വണ്ടിയിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടിയിലുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കൈ കൊണ്ടും കാര്യം കൊണ്ടും നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ സ്വയമേ നമ്മുടെ പേടി മാറി വണ്ടി ഓടിക്കാൻ കഴിയത്തുള്ളൂ. അല്ല ഇപ്പൊ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ അറിയാം, അത് കണ്ടോ ഇത് കണ്ടോ അങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈയും കാലം നിങ്ങളുടെ കൈ കൊണ്ടും കാര്യം കൊണ്ടും നിങ്ങളുടെ വണ്ടിയെ ചെയ്യേണ്ടതായതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് വരണമെന്നില്ല. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേ രീതി നിങ്ങളുടെ വണ്ടിയിൽ കയറി ഒന്ന് ഇതേ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇതുപോലെ വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളാണെങ്കിൽ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. എന്ത് സംശയങ്ങളും ഡ്രൈവിംഗ് സംബന്ധമായിട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾ ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിലോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലോ വന്ന സംശയങ്ങൾ ചോദിക്കാമെന്നാണ്. ഞാൻ അതിന് റീപ്ലൈ തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ചെയ്താൽ കാണിക്കേണ്ടതെങ്കിൽ ഇതുപോലെ സമയം പോലെ വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പൊ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.